أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള രക്ഷിതാക്കൾ, സഹോദര സഹോദരിമാർ, വിദ്യാർത്ഥിനികൾ, മുതഅല്ലിം സുഹൃത്തുക്കൾ, വിശുദ്ധ ഖുർആൻ തദ്രീബ് കുടുംബാംഗങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അവൻ ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അതിന് കാരണമാകുന്ന സംവിധാനമായി, സബബായി ഈ തദ്രീബ് നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ആമീൻ. സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ നടക്കുന്ന തദ്രീബിൻ്റെ രണ്ടാമത്തെ ബാച്ചിൽ 177ാമത്തെ ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും. ധാരാളം കാര്യങ്ങൾ അൽഹംദുലില്ലാഹ് ഒന്നാമത്തെ ബാച്ചിനു ശേഷം രണ്ടാമത്തെ ബാച്ചിൽ നമ്മൾ പറഞ്ഞു. ഒരുപാട് ആളുകൾ കൃത്യമായി ക്ലാസ്സുകൾ കേട്ട് അതിലെ നിയമങ്ങൾ ശ്രദ്ധിച്ച് കൂടെ ഓതി അൽഹംദുലില്ലാഹ് നല്ല ഖിറാഅത്ത് ആളുകൾക്കുണ്ടായിട്ടുണ്ട്. പലപ്പോഴും പല ആളുകളെയും നേരിൽ കാണുമ്പോഴും അല്ലാതെയുമൊക്കെ സന്തോഷങ്ങൾ പങ്കുവെക്കാറുണ്ട്. ഇതിന് നമ്മൾ ഒന്നാമത് നന്ദി പറയേണ്ടത് നമ്മുടെ നേതൃത്വത്തോടാണ്, ആലിമീങ്ങളോടാണ്, നമ്മുടെ ഉസ്താദുമാരോടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സുൽത്താനുൽ ഉലമയടക്കം നമ്മുടെ എല്ലാ നേതാക്കൾക്കും ഇങ്ങനെ ഒരു സംവിധാനം നമുക്ക് ഒരുക്കിത്തന്ന നമ്മുടെ നേതൃത്വത്തിനും വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയിലുണ്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നേതൃത്വത്തിന് ആഫിയത്തുള്ള ദീർഘായുസ് ഹിമ്മത്തോടെ ഇസ്സത്തോടുകൂടി ഏറ്റി കൊടുക്കട്ടെ എന്ന് നമുക്കെല്ലാവർക്കും ദുആ ചെയ്യാം. പ്രിയപ്പെട്ടവരെ, 177ാമത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് നടക്കുന്നത്. അതായത് വഖഫിനെ കുറിച്ച്. വഖഫ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. വഖഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? വഖഫ് ചെയ്യുക, ഈ പള്ളിക്ക് വഖഫ് ചെയ്യുക അല്ലേ? ഇങ്ങനെയുള്ള വഖഫ് അല്ലേ? വഖഫ് നമ്മൾ വേറെ ഒരുപാട് കേട്ടിട്ടുണ്ട്. ആ വഖഫ് അല്ല ഖുർആനുമായി ബന്ധപ്പെട്ട് വഖഫിന് പറയുമ്പോൾ. വഖഫ് സ്വത്ത് കേട്ടില്ലേ? വഖഫ് മന്ത്രി, വഖഫ് ബോർഡ് ചെയർമാൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ആ വഖഫ് വേറെയാണ്. നമ്മുടെ പ്രതിപാദ്യം ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ട വഖഫിനെ കുറിച്ചാണ്. നേർക്കുനേരം പറഞ്ഞാൽ വഖഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓത്ത് നിർത്തുക എന്നാണ് നമ്മളതിനെ മനസ്സിലാക്കുന്ന ഒരു പ്രയോഗം. ശരിക്കും മനസ്സിലാക്കണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ. വഖഫ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഖുർആനോത്തുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുക എന്താണ്? ഓത്ത് നിർത്തുക. അവിടെ വഖഫ് ചെയ്യണം, അവിടെ വഖഫ് ചെയ്യാതെ ഓതണം, അവിടെ വഖഫ് ചെയ്ത് ഓതണം എന്നൊക്കെ പറയുമ്പോൾ നിർത്തി ഓതണം. അതേക്കുറിച്ച് ഡീപ്പായിട്ട് നമ്മൾ പറയുമ്പോൾ കുറേ പറയാനുണ്ട്. തദ്രീബ് കുടുംബത്തിൽ എല്ലാവർക്കും അത് അറിയണം. അതിനുവേണ്ടി വളരെ ഡീപ്പായിട്ടൊന്നും അല്ലെങ്കിലും ചില കാര്യങ്ങൾ പറയണം. പൊതുവെ ഖിറാഅത്തിന് 4 രൂപങ്ങളാണുള്ളത്. ശ്രദ്ധിക്കണേ, 4 രൂപം. ഖിറാഅത്തിന് 4 രൂപം എന്ന് പറയുമ്പോൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ 4 രൂപങ്ങൾ. ഒന്ന് ചേർത്തി ഓതുക, അതായത് സ്റ്റോപ്പില്ലാതെ. നമ്മൾ പറയും നോൺ സ്റ്റോപ്പ് എന്ന് പറയല്ലോ, അതിനാണ് വസ്ൽ എന്ന് പറയുക. വസ്ൽ
ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കി, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഈ ആയത്തുകൾ തമ്മിൽ നമ്മൾ വസ്ലാക്കി ചേർത്തി ഓതി. അതുപോലെ ആ ആയത്തുകളുടെ ഇടയിലുള്ള കെലിമത്തുകളും വേർഡുകളും തമ്മിൽ നമ്മളിങ്ങനെ അല്ലേ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനി, ഇങ്ങനെ ഇങ്ങനെ ചേർത്തി ഓതുക. എല്ലാവർക്കും മനസ്സിലാവും. നിർത്താതെ പോവുക എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന അത് വസ്ല്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താ അറിയോ? എന്താണ്? ഓരോ വേർഡിലും അല്ലെങ്കിൽ ഓരോ ആയത്തിൻ്റെ അവസാനത്തെ അക്ഷരം ഉണ്ടല്ലോ, ആ അക്ഷരത്തിൻ്റെ ഹറക്കത്ത് ശരിക്കും ശ്രദ്ധിക്കണം നമ്മൾ. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ ഫാത്തിഹ സൂറത്ത് നോക്കി. ഫാത്തിഹ സൂറത്തിൻ്റെ ഓരോ ആയത്തും നമ്മൾ വസ്ല് ചെയ്യുമ്പോൾ, അതായത് നോൺ സ്റ്റോപ്പ് പോകുമ്പോൾ, നിർത്താതെ പോകുമ്പോൾ, ആ ഓരോ ആയത്തിൻ്റെയും അവസാനത്തെ അക്ഷരത്തിൻ്റെ ഹറക്കത്ത് നമ്മൾ ശ്രദ്ധിച്ചു വായിക്കണം. നോക്കി, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീന, മീന നൂൻ ഫത്ഹാണ്. അർറഹ്മാനിർ റഹീമി, മീ അല്ലേ, മാലികി യൗമിദ്ദീനി ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈനു, നു ഫത്ഹും കസ്റും ദമ്മും ഒക്കെയാണ് ആയത്തുകളുടെ അവസാനത്തിൽ സാധാരണ ഉണ്ടാവാറുള്ളത്. തൻവീനുകളൊക്കെ ഉണ്ടാവും, ഇരിക്കട്ടെ ഇത് പറയാം. ആയത്തിൻ്റെ അവസാന അക്ഷരത്തിൻ്റെ ഹർക്കത്ത് ശ്രദ്ധിക്കണം. അപ്പോൾ ചേർത്തി ഓതുമ്പോൾ, വസലാക്കുമ്പോൾ, നോൺ സ്റ്റോപ്പ് പോകുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു പറയണം. പിന്നെയോ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. മനസ്സിലായല്ലോ? അത് മസ്റ്റാ, അങ്ങനെ തന്നെ പോകണം. ചേർത്തി ഓതുമ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു രൂപം വസ്ല്, ചേർത്തി ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലായല്ലോ? ഓക്കെ. രണ്ടാമത്തേതാണ് വഖഫ്. വഖഫ് എന്ന് പറഞ്ഞാലോ, ശബ്ദവും ശ്വാസവും കട്ട് ചെയ്ത് മുറിച്ച് ഓത്ത് നിർത്തുക. എന്നിട്ട് എന്തിനു വേണ്ടി? ശേഷമുള്ള ആയത്ത് ഓതാൻ വേണ്ടിയിട്ട്. ശേഷമുള്ള ഭാഗം ഓതാൻ വേണ്ടിയിട്ട് ശബ്ദവും ശ്വാസവും നിർത്തി കട്ട് ചെയ്ത് ഓതുന്നതിനാണ് എന്തു പറയുക? വഖഫ് എന്ന് പറയുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആയത്തിൻ്റെ അവസാനത്തിൽ ഫത്ഹാണോ കസ്റാണോ ദമ്മാണോ ഒക്കെ നോക്കിയിട്ട് അത് പഠിച്ച് എങ്ങനെയാണെങ്കിൽ എങ്ങനെ, ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്ന് മനസ്സിലാക്കി ഓതുക. മനസ്സിലായോ? ഉദാഹരണത്തിന് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, മീന ആണുള്ളത്, സുക്കൂനിലാ നിർത്തേണ്ടത്. അർറഹ്മാനിർ റഹീം, റഹീമി ആണുള്ളത്, സുക്കൂനിലാ നിർത്തേണ്ടത്. നസ്തഈൻ, ദമ്മാനുള്ളത്, സുക്കൂനിലാ നിർത്തേണ്ടത്. അപ്പൊ കൂടുതലും സുക്കൂനിലാണ് നിർത്തേണ്ടി വരിക. റഹീമുൻ എന്നാണെങ്കിലോ റഹീം സുക്കൂൻ നിർത്തും. റഹീമിൻ എന്നാണെങ്കിലോ അവിടെയും സുക്കൂൻ നിർത്തും. റഹീമൻ എന്നാണെങ്കിലോ തൻവീൻ ഫത്ഹാണെങ്കിലോ റഹീമ, കരീമ അങ്ങനെ നിർത്തും. അപ്പൊ അത് അവിടെയൊക്കെ എങ്ങനെയാണോ ഉള്ളത് അത് പഠിച്ചിട്ട് വേണം അവിടെ അങ്ങനെ നിർത്തി ഓതാൻ. ഇപ്പൊ നമ്മൾ ആ ചർച്ചയിലേക്ക് പോവല്ല. വഖഫ് എന്ന് പറഞ്ഞാൽ ശ്വാസവും ശബ്ദവും കട്ട് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുക. മനസ്സിലാവുണ്ടല്ലോ അല്ലേ? മനസ്സിലാവുന്നൊന്ന് കൈവോക്കി. മനസ്സിലാകാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ രണ്ടാമത് പറയാനാണ്. മനസ്സിലാകുന്നവർ കൈവോക്കി. കണ്ടോ, കുറച്ച് ആൾക്കാർ പൊക്കുന്നുണ്ട്, ബാക്കിയുള്ളവർ പൊക്കിയിട്ടില്ല. അത് മനസ്സിലാകാത്തത് കൊണ്ടല്ല, അത് മനസ്സിലായി, എനിക്ക് മനസ്സിലായി. ഇപ്പം എന്താ പറഞ്ഞേ? വഖഫ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളത് ഓതാൻ വേണ്ടിയിട്ട് ശ്വാസവും ശബ്ദവും കട്ട് ചെയ്ത് നിർത്തുക. ഇതിനാണ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ്. അല്ലേ? ചേർത്ത് എങ്ങനെയല്ലോ? വസലാക്കുകയാണെങ്കിലോ
ഖുൽ അഊദു ബിറബ്ബിന്നാസി മലിക്കിന്നാസി ഇലാഹിന്നാസി മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. ഓക്കെ, പറഞ്ഞു വന്നത് വസ്ൽ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യവും പറഞ്ഞു. വഖഫ് എന്ന് പറഞ്ഞപ്പോഴോ അപ്പം എന്താണ്, എങ്ങനെയാണ് എന്നുള്ളതും പറഞ്ഞു. ശ്വാസവും ശബ്ദവും ഓഫ് ആവണം, മീൻസ് മുറിയണം. അതിനാണ് എന്ത് പറയുക, വഖഫ് എന്ന് പറയാം. മൂന്നാമത്തെ രൂപമാണ് സക്ത എന്ന് പറയുന്നത്. സക്ത എന്ന് പറയുമ്പോൾ ശ്വാസം വിടാൻ പറ്റില്ല, ശബ്ദം മുറിയണം. ശ്വാസം വിടാൻ പാടില്ല, ശബ്ദം സ്റ്റോപ്പ് ആവണം. അപ്പോ എങ്ങനെയാണത്? അത് ആകെ നമ്മുടെ ഖിറാഅത്തിൽ വളരെ കുറച്ച് ഒരു 4 സ്ഥലങ്ങളിൽ മാത്രമേ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ജസ്റ്റ് ആ സ്ഥലം ഒന്ന് ഉദാഹരണത്തിന് പറയാം. നേരത്തെ വന്നിട്ടുണ്ട് അൽ കഹ്ഫ് സൂറത്തിലൊക്കെ, പിന്നെ നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ജസ്റ്റ് ഒന്നും കൂടി ഇപ്പോൾ പറയാം. സക്ത ചെയ്യേണ്ട ഒരു സ്ഥലമാണ് വഖീല മൻ റാഖ് എന്നുള്ളിടത്ത്. മൻ റാഖ്, ഈ മൻ എന്ന് പറഞ്ഞെടുത്ത് സക്ത ചെയ്യണം. വഖീല മൻ റാഖ്, മൻ റാഖ്. മന്നിൻ്റെയും റാൻ്റെയും അടിയിൽ ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കുക, ശ്വാസം വിടാൻ പറ്റില്ല. വഖീല മൻ റാഖ് കല്ലാ ബൽ റാന, ബൽ എന്നതിൻ്റെയും റാനൻ്റെ ഇടയിൽ കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം, കല്ലാ ബൽ റാന. ശ്വാസം വിടാതെ ശബ്ദം മുറിക്കുക. ശബ്ദം മുറിച്ച് ഒരൽപ്പനേരമടങ്ങല, ശ്വാസം വിടാതെ അതാകണം സക്തും അല. അതാണ് സക്ത്. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇപ്പോൾ എന്തായി? വഖഫ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു, വസ്ൽ എന്താണെന്ന് പറഞ്ഞു, സക്ത എന്താണെന്നും പറഞ്ഞു. സക്ത എവിടെയേ പറ്റൂ? നമുക്ക് നമ്മുടെ ഇമാമിയങ്ങൾ സക്ത ചെയ്ത് കാണിച്ചു തന്ന സ്ഥലങ്ങളിൽ മാത്രമേ സക്ത ചെയ്യാൻ പറ്റൂ എന്നും കൂടെ മനസ്സിലാക്കുക. നാലാമത്തെ രൂപമാണ് ഖത്അ. ഖത്അ എന്ന് പറഞ്ഞാൽ ഓത്ത് മതിയാക്കുക, ഓത്ത് സ്റ്റോപ്പാക്കുക. ഉദാഹരണത്തിന് ഒരു 2 കഷ്ണം ഓതട്ടെ, അല്ലെങ്കിൽ ഒരു ജുസ് ഓതട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ഇരുന്നിട്ട് അങ്ങനെ ഓതിയിട്ട് നമ്മൾ ഉദ്ദേശിച്ച അവിടെ എത്തുമ്പോൾ നിർത്തിയിട്ട് മുസ്ഹഫ് അടച്ചു വെക്കുമല്ലോ, പൂട്ടി വെക്കുമല്ലോ, സദഖല്ലാഹുൽ അദീം പറയുമല്ലോ, ഓത്ത് മതിയാക്കുക. അതിനാണ് ഖത്അ എന്ന് പറയുക. ഖത്അ ചെയ്താൽ പിന്നെ റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അഊദുവും ബിസ്മിയും സുന്നത്താണ്. ഇപ്പോൾ ഖത്അയുടെ അർത്ഥം മനസ്സിലായല്ലോ. അപ്പോൾ വഖഫ്, വസ്ൽ, ഖത്അ, സക്ത്, ഈ 4 രൂപത്തിലാണ് ഖിറാഅത്ത് നിർവഹിക്കാൻ പറ്റുള്ളൂ. അതിൽ തന്നെ സക്ത എന്ന് പറയുന്നത് ആ പറഞ്ഞ സ്ഥലങ്ങളിൽ മാത്രം. ഖത്അ പിന്നെ എപ്പോഴേ? അത് ഓത്ത് നിർത്തുമ്പോൾ, സ്റ്റോപ്പ് ചെയ്യുമ്പോൾ, മതിയാക്കുമ്പോൾ ഉള്ളതാണ്. പിന്നെ ആകെ നമ്മളെ ബാധിക്കുന്ന കേസ് വഖഫും വസ്ലുമാണ്. വഖഫിൽ എന്ത് ശ്രദ്ധിക്കണം നമ്മൾ പറഞ്ഞു, വസ്ലിൽ എന്ത് ശ്രദ്ധിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. മനസ്സിലായല്ലോ? ഈ 4 രൂപത്തിൽ മാത്രം. പക്ഷേ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, കൂടുതൽ ആളുകളിൽ നിന്നും ഈ 4ഉമല്ലാത്ത പുതിയ ഒരു ശൈലിയും ഖിറാഅത്തും കേട്ടുവരുന്നുണ്ട്. ഉസ്താദുമാരോടൊക്കെ ഇതേക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഒരിക്കലും പാടില്ലാത്തത് എന്നാണ് എല്ലാ ഉസ്താദുമാരും പറയുന്നത്. അങ്ങനെ ഓതരുത്. അത് വഖഫും അല്ല, വസ്ലും അല്ല, സക്കത്ത് ഏതായാലും ഇല്ല, ഖത്അ പിന്നെ അവിടെ ഉണ്ടാവില്ലല്ലോ. അതായത് നോക്കിയേ, ഫാത്തിഹ സൂറത്ത് ഓതുന്നൊരു രൂപം ഈ പറഞ്ഞ രൂപത്തിലൊന്നും അല്ലാതെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇപ്പോൾ നോക്കി നിങ്ങൾ, ഞാൻ ഓരോ ആയത്ത് ഓതിയല്ലോ, അവിടെ ഞാൻ വഖഫ് ചെയ്തോ? വഖഫ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് മനസ്സിലായല്ലോ? വഖഫ് ചെയ്തോ? വഖഫ് ചെയ്തിട്ടില്ല. വഖഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശ്വാസവും നിർത്തണം, ശബ്ദവും മുറിയണം. അൽഹംദുലില്ലാഹി, ഒന്നുകൂടി കേട്ടോളൂ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. വഖഫ് ചെയ്തോ? ഇവിടെ എന്താ സംഭവിച്ചത്? ശബ്ദം മുറിഞ്ഞോ? മുറിഞ്ഞിട്ടില്ലേ?
ശ്വാസോ മുറിഞ്ഞോ? മുറിഞ്ഞോ? ഈ ഒരു കോലം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം തൻസീലൽ അസീസിർ റഹീം. എന്താ ചെയ്യുക? ആയത്തുകൾ എത്ര ഓതിപ്പോ? വഖഫ് ചെയ്തോ? വസലാക്കുകയാണോ? ഇന്നക ലമിനൽ മുർസലീന അലാ സിറാത്തിൻ മുസ്തഖീം വേണ്ടിയില്ലായിരുന്നോ? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വേണ്ടിയില്ലായിരുന്നോ? ഇതങ്ങനെയൊന്നും ഉണ്ടായില്ല. വസലാണെങ്കിലും ഇല്ല, വഖഫ് ആണെങ്കിലും ഒരു കഥ. ഇതാ ഞാൻ പറഞ്ഞത്. ആ 4 രൂപമുണ്ടത്, അനുവദനീയമായ 4 രൂപം, അല്ലെങ്കിൽ ഉണ്ടാവേണ്ട 4 രൂപം. ആ 4 രൂപങ്ങളിൽ നിന്ന് മാറി 5-മത്തൊരു രൂപമാണ് ഇപ്പോൾ ഇവിടെ വന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ല്ലേ? എത്ര സുബ്ഹാനല്ലാഹ്. ഇതുകൊണ്ട് സംഭവിക്കുന്നത് ഒരുപാട് ഹറാമായ തെറ്റുകളാണ്. ഇൽഹാർ വരെ ഒഴിവാക്കി പോകും. ഇൽഹാറും ഇദ്ഗാമും ബിഗുന്നയും ഒക്കെ ഒഴിവാക്കിയിട്ട് ഒരു ഓതാണ്. സുബ്ഹാനല്ലാഹ്. നിർത്തിയേ പറ്റൂ. എന്ത് നിർത്തുക? ഈ ശൈലി നിർത്തിയേ പറ്റൂ. നിങ്ങളാരും ഇങ്ങനെ ഓതരുത്. ഇങ്ങനെ ഓതുന്ന ആളുകളെ കണ്ടാൽ ഇടപെടാൻ പറ്റുന്ന രൂപത്തിലാണെങ്കിൽ, സാഹചര്യവും സന്ദർഭവും ആളെയും സമയവും ഒക്കെ നോക്കിയെന്നറിയില്ലേ, അവർക്ക് ഈ തെറ്റ് ഒന്ന് പറഞ്ഞ് അങ്ങനെ അല്ല ശരി, ഇങ്ങനെയാണ് ശരി എന്ന് സൗമ്യമായി പക്വമായി ഒന്ന് പറഞ്ഞു കൊടുക്കുക. ചിലപ്പോൾ കേൾക്കൂല, എന്നാലും നമ്മൾ പറഞ്ഞു കൊടുക്കുക. അല്ലേ? ചുരുക്കത്തിൽ ആ 4 രൂപത്തിൽ മാത്രമേ ഓതാവൂ. 4 രൂപവും കഴിഞ്ഞ് 5-മത്തൊരു രൂപം നാട്ടിൽ ഇഷ്ടം പോലെ കാണുന്നുണ്ട് എന്ന് വെച്ച് അത് പുണ്യകർമ്മമോ അനുവദനീയമായതോ അല്ല എന്ന് നമ്മൾ ഓർക്കണം. ഓക്കെ? യാ റബ്ബു യാ അല്ലാഹ്. എന്താ പറഞ്ഞേ? അവിടെ സക്ത ഉണ്ടാവുന്നുണ്ടല്ലോ. എവിടെ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. അവിടെ സക്ത ഉണ്ടാ? അവിടെ സക്ത ചെയ്യാൻ പറ്റുമോ? ഒന്നവിടെ സക്ത ഉണ്ടാവണില്ല. സക്ത ചെയ്യുകയാണെങ്കിൽ അതിന് ഒരുപാട് മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക, ഇതാണോ സക്ത? ഇനി സക്ത ചെയ്യണമെങ്കിൽ ഗ്യാപ്പ് വേണ്ടേ? അവൻ നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവിടെ സക്തിയില്ല, വസ്ലും ഇല്ല, വഖഫും ഇല്ല, ഖത്ഉം ഇല്ല. യാ അല്ലാഹ്. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം. വഖഫ് എന്ന് പറഞ്ഞാൽ വഖഫിന്റെ നിയമമറിഞ്ഞു ഖുർആനോദണേ, അല്ലെങ്കിൽ അപകടമേറെ വലുതാണറിയണേ. സയ്യിദുനാ അലിയാർ തങ്ങളെപ്പോലുള്ളവർ ചർത്തീലനെന്നതിനർത്ഥമിങ്ങനെ ചൊന്നവർ. നല്ലോണം ശ്രദ്ധിക്കാനുണ്ട്. ഈ 4 രൂപം മാത്രം, അതും ഈ പറഞ്ഞ രൂപത്തിൽ. 5-മത്തെ രൂപം പറ്റില്ല. ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത് വഖഫിനെ കുറിച്ചാണ്. എന്താണ് വഖഫ്? എങ്ങനെയാണ് വഖഫ്? ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതേക്കുറിച്ച് പറയാം. ഏതായാലും ഇപ്പം ഈ 4 രൂപം മനസ്സിലായല്ലോ. ഈ രൂപം മാത്രം കേട്ടോ. അതും നിബന്ധനകൾക്ക് വിധേയമായി. സുക്കൂനിലൊക്കെ നിർത്തേണ്ടത് എങ്ങനെയാണ്? തൻവീൻ, ഫത്ഹ, കസ്റ, ദമ്മ ഇതൊക്കെ വന്നാൽ എങ്ങനെ? ഹാത്താഇന് തൻവീൻ ഫത്ഹ വന്നാൽ എങ്ങനെ? ഹംസക്ക് തൻവീൻ ഫത്ഹ വന്നാൽ എങ്ങനെ? ഇതൊക്കെ നമ്മൾ പഠിക്കണം. എന്നിട്ട് വഖഫിനെ കുറിച്ച് കൃത്യമായി നിങ്ങൾക്കറിയോ റത്തിലിൽ ഖുർആന തർത്തീല. ഖുർആനിൽ പറഞ്ഞില്ലേ അല്ലാഹു തആല ജവീദഹു തജ്വീദ. ഖുർആൻ തജ്വീദ് അനുസരിച്ച് ഓതണം എന്നാണ് അതിൻ്റെ അർത്ഥം. സയ്യിദുനാ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ തഫ്സീർ പറഞ്ഞത് അക്ഷരങ്ങൾ ശ്രദ്ധിച്ചോതിയിട്ട് വഖഫ് എങ്ങനെ, എവിടെ, എന്നിട്ട് തുടങ്ങൽ എങ്ങനെ, ഇബ്തിദാ എങ്ങനെ എന്നതറിയുക എന്നതാണ് ഈ ആയത്തിന്റെ വിശദീകരണം പറഞ്ഞിട്ടുള്ളത്. അത്രയും പ്രധാനപ്പെട്ട സംഗതിയാണ്. അതുകൊണ്ട് നമുക്ക് ഒരു 5 മിനിറ്റ് സൂറത്തുൽ അൻകബൂത്ത് അല്പം ഓതിയിട്ട്
വഖഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. സൂറത്തുൽ അൻകബൂത്ത്. അൻകബൂത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് വാക്കിൻ്റെ അർത്ഥം അറിയാതെ? നമ്മുടെ നാട്ടിലേക്ക് എട്ടുകാലി എന്ന് പറയും അല്ലേ? എട്ടുകാലി എന്താണ്? എട്ടുകാലി എന്നുള്ള പേരിൽ ഖുർആനിൽ ഒരു അധ്യായം തന്നെ വരാനുള്ള കാരണങ്ങൾക്കറിയില്ലേ? ആ ചരിത്രങ്ങൾ കേട്ടില്ലേ? എല്ലാവരും ആ ചരിത്രം ഒന്ന് കേൾക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആ ചരിത്രം ഒന്ന് പറയണം, ഓർമ്മയുണ്ടെങ്കിൽ, മറന്നിട്ടില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് അല്ലേ? അത് ഭയങ്കര സംഭവമാണ്. തുടങ്ങാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. أحسب الناس أن يتركوا أن يقولوا آمنا وهم لا يفتنون ولقد فتنا الذين من قبلهم فليعلمن الله الذين صدقوا وليعلمن الكاذبين أم حسب الذين يعملون السيئات أن يسبقونا ساء ما يحكمون من كان يرجو لقاء الله فإن أجل الله لآت وهو السميع العليم ومن جاهد فإنما يجاهد لنفسه إن الله لغني عن العالمين. Okay. بسم الله الرحمن الرحيم. ألف لام ميم. أحسب الناس أن يتركوا أن يقولوا آمنا. أحسب الناس أن يتركوا أن يقولوا آمنا وهم لا يفتنون ولقد فتنا الذين من قبلهم فليعلمن الله الذين صدقوا وليعلمن الكاذبين ولقد فتنا الذين من قبلهم فليعلمن الله الذين صدقوا وليعلمن الكاذبين. أم حسب الذين يعملون السيئات أن يسبقونا أم حسب الذين يعملون السيئات أن يسبقونا ساء ما يحكمون. من كان يرجو لقاء الله فإن أجل الله لآت. Okay. من كان يرجو لقاء الله فإن أجل الله لآت وهو السميع العليم. ومن جاهد فإنما يجاهد لنفسه. ومن جاهد فإنما يجاهد لنفسه إن الله لغني عن العالمين. إن الله لغني عن العالمين. والذين آمنوا وعملوا الصالحات لنكفرن عنهم سيئاتهم ولنجزينهم أحسن الذي كانوا يعملون. ووصينا الإنسان بوالديه حسنا وإن جاهداك لتشرك بي ما ليس لك به علم فلا تطعهما إلي مرجعكم فأنبئكم بما كنتم تعملون
والذين آمنوا وعملوا الصالحات لندخلنهم في الصالحين ومن الناس من يقول آمنا بالله فإذا أوذي في الله جعل فتنة الناس كعذاب الله ولئن جاء نصر من ربك ليقولن إنا كنا معكم أوليس الله بأعلم بما في صدور العالمين وليعلمن الله الذين آمنوا وليعلمن المنافقين صدق الله العظيم. Okay. والذين آمنوا وعملوا الصالحات لنكفرن عنهم سيئاتهم ولنجزينهم أحسن الذي كانوا يعملون. يعملون നിർത്തിയത് വഖഫ് ചെയ്ത് കണ്ടില്ലേ? ووصينا الإنسان بوالديه حسنا. എന്ത് വെച്ച്? അപ്പോൾ അവിടെ ഒരു സംശയം, എന്താ ഡൗട്ട്? ഹുസ്ന എന്ന് പറഞ്ഞ് നിർത്തിയില്ല, അത് വഖഫാവുമോ? ആവും. ആയത്തിൻ്റെ എൻഡിൽ മാത്രമല്ല വഖഫ് ഉണ്ടാവുക, ശ്വാസവും ശബ്ദവും മുറിച്ച് എവിടെ നിർത്തുന്ന അവിടെയൊക്കെ വഖഫാ. ഓക്കെ, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹുസ്നാ വഖഫ്. وإن جاهداك لتشرك بي ما ليس لك به علم فلا تطعهما ശ്വാസവും വിട്ടു ശബ്ദവും മുറിച്ച് വഖഫ്. ഇലയ്യ മർജിഉകും ഫഉനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. والذين آمنوا وعملوا الصالحات لندخلنهم في الصالحين ومن الناس من يقول آمنا بالله فإذا أوذي في الله جعل فتنة الناس كعذاب الله ولئن جاء نصر من ربك ليقولن إنا كنا معكم أوليس الله بأعلم بما في صدور العالمين وليعلمن الله الذين آمنوا وليعلمن المنافقين صدق الله العظيم. ഇപ്പം നമ്മൾ ഖത്അ ചെയ്തു അല്ലേ? സദഖല്ലാഹുൽ അസീം. ഓത്ത് നിർത്തി. ഇതാണ് ഖത്അ. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. വഖഫ്, വസ്ൽ, സക്ത്, ഖത്അ, 4 നമ്മൾ പറഞ്ഞു. വഖഫിൻ്റെ വിശാലമായ വിശദീകരണങ്ങൾ ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. ഖുർആനിൻ്റെ ഖാദിമിങ്ങളായി അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. ഇതുവരെയും നമ്മുടെ ഖിറാഅത്തിൽ വഖഫും വസ്ലുമായി ഇബ്തിദായിലൊക്കെ വന്ന മിസ്റ്റേക്കുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരട്ടെ. ശിഷ്ടകാലം കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി ഖുർആൻ ഓതാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു ഭാഗ്യം തരട്ടെ. آمين برحمتك يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم وصلى الله وسلم وبارك على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته. صلاة الله سلام الله عليك يا رسول الله. صلاة الله سلام الله عليك يا حبيب الله. توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله. إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا
الله سلام الله عليك يا رسول الله صلاة الله سلام الله عليك يا حبيب الله